ചേട്ടാ, മലയാളികളുടെ സങ്കടമായി മാറിയ അർജുനെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പല വിധത്തിലുള്ള തെരച്ചിലുകളൊക്കെ നടത്താൻ പോകുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയൊക്കെ തടസ്സമായി നിൽക്കുന്നു. അർജുനെ ഇനി കിട്ടുമോ, അല്ലെ ആ ലോറി കണ്ടെടുക്കാൻ പറ്റുമോ? അല്ല, അർജുനെ ഇനി കിട്ടില്ല. ഇത് ഏതാണ്ട് വളരെ വ്യക്തമായി കഴിഞ്ഞു. അന്വേഷണ സംഘം, അവിടെ തെരച്ചിൽ നടന്ന സംഘം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. അവരെന്താ ഐബോർഡ് പരിശോധനയൊക്കെ ഇപ്പോൾ നടത്തി. അതിൽ നിന്ന് മനുഷ്യ സാന്നിധ്യം അതിനകത്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു. വരികൾക്കിടയിലൂടെ അത് പറയുന്നുണ്ടല്ലേ. അത് നമ്മളിനി ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടിട്ടേ കാര്യമുള്ളൂ. കാരണം ഇത് 12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അർജുൻ ജീവനോടെ തിരിച്ചു വരണമെന്ന് ആ കുടുംബത്തിന് മാത്രമല്ല മലയാളികളായ നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെന്നില്ല. ഇപ്പോൾ 12 ദിവസം ഇനി ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിൽ തന്നെ അർജുനെ ജീവനോടെ കിട്ടില്ല. അർജുനൻ ഈ അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണ് വാഹനത്തിനുള്ളിലോ ആയോ അല്ലാതെയോ വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ ഈ മലയിടിച്ചിലിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അർജുൻ മരിച്ചു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ സംഭവിക്കേണ്ട എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് അർജുൻ എവിടെയെങ്കിലും വെള്ളത്തിൽ ഒഴുകിപ്പോയി എവിടെയെങ്കിലും നീന്തി കരപറ്റുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിനുള്ള ദുരൂഹമായ വളരെ വിദൂരമായ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. കാരണം എവിടെ ഒഴുക്കിൽപ്പെട്ട് രക്ഷപ്പെട്ട് എവിടെയെങ്കിലും കര പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ അസ്യൂം ചെയ്യാവുന്ന കാര്യം നമ്മുടെ അർജുൻ മരിച്ചുപോയി എന്ന് തന്നെ പറയണം. ഈ യാഥാർത്ഥ്യം അപ്രിയ സത്യം നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നമ്മളിത് പറയുമ്പോഴും വലിയ വേദനയോടാണ് പറയുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ നമ്മൾ അതിനകത്ത് കണക്കൊന്നും പറയാൻ പറ്റില്ല. കോടിക്കണക്കിന് രൂപ നമ്മൾ ചിലവഴിച്ചു. മനുഷ്യസാധ്യമായി ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ആദ്യത്തെ ചില ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളൊക്കെ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പോട്ട് ഈ അന്വേഷണം തെരച്ചിലൊക്കെ വഴിതെറ്റിപ്പോയി. അതിനൊക്കെ ശരിക്കും അർജുനെ കൊന്നതുകൂടിയാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെന്ന് പറയുന്ന ചില ആളുകൾ കർണാടകയിൽ ചെന്നുണ്ടാക്കിയ പുകിലുകൾ, തെറ്റായ വാർത്തകൾ. ഇവിടെ വേറൊരു ഇസ്രായേൽ എന്ന് പേരുള്ള ഒരാളെ വിനു വീൻ ജോൺ ഏഷ്യാനെറ്റ് തള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ച കുറേ ആളുകളുണ്ട്. ചില ചാനലുകൾ, അതിൽ ഒരു ചാനൽ പ്രവർത്തകൻ അവിടുന്ന് തടി കേടാക്കാതെ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ഇതിനെ വഷളാക്കിയിട്ട് ആദ്യമേ തന്നെ ഒരുപക്ഷേ 2-ാം ദിവസം 3-ാം ദിവസമൊക്കെ തെരച്ചിൽ ആരംഭിക്കും ആദ്യമേ തന്നെ നദിയിൽ തിരഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുനെ ആ വണ്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കണ്ടെത്താമായിരുന്നു. വിദഗ്ധരുടെ നിലപാടുകളെ തള്ളിക്കളഞ്ഞു. മീഡിയ ഒരു പബ്ലിക് ഒപ്പീനിയൻ കൃത്രിമമായി ഉണ്ടാക്കി അത് മാന്തി നോക്കേണ്ടത് മണ്ണിനടിയിലാണെന്നുള്ള ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി അർജുനെ കൊലയ്ക്ക് കൊടുത്തതിൽ, അർജുനെ രക്ഷപ്പെടുത്താനുള്ള സുവർണ നിമിഷങ്ങൾ നഷ്ടമാക്കിയതിൻ്റെ ഉത്തരവാദിത്തം മലയാളത്തിലെ ചില ചാനലുകൾക്കാണ് എന്ന് നമ്മൾ പറയാതെ തരമില്ല. എനിവേ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അർജുനെ സംബന്ധിച്ചിപ്പോൾ ലോറി വെള്ളത്തിലേക്ക് വീണു. അപ്പം ഈ എത്ര ബെൻസിൻ്റെ ഒക്കെ ലോറി ഏറ്റവും നല്ലതൊക്കെയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനകത്തൊക്കെ വെള്ളത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എഞ്ചിനൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. രണ്ടോ അല്ലെങ്കിൽ മണ്ണിനടിയിൽ പെട്ടാലും പറ്റില്ല. ഓക്സിജൻ ഉണ്ടെങ്കിൽ, എയർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാഹനം സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ. വാക്കമുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മണ്ണിനടിയിലോ വെള്ളത്തിനടിയിലോ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ബേസിക് നോളജാണ് വാഹനത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും. അതുകൊണ്ടാണല്ലോ വെള്ളക്കെട്ടിലൂടെ നമ്മുടെ വണ്ടികൾ നിന്ന് പോകുന്നത്. അപ്പോൾ വെള്ളം വന്ന് മൂടിയാലത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണ് ഇത് വഴിതെറ്റിച്ചതെന്ന് ഒരിക്കൽ കൂടി നമ്മൾ പറയുക. അപ്പോൾ ഏതായാലും വണ്ടി വെള്ളത്തിൽ വീണു. അർജുൻ അതിനകത്തുണ്ട്. ബെൻസിൻ്റെ വണ്ടി ആയതുകൊണ്ട് അതിനകത്ത് ജീവൻ രക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ ഒരു വ്യാജ നറേറ്റീവ്. ഒരു ക്യാബിനകത്ത് ഓക്സിജൻ ഉണ്ടാകും, ശരിയാണ്, വാട്ടർ ടൈറ്റ് ആണ്, അതിനകത്ത് വെള്ളം കയറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്യാബിൻ എത്ര സ്ക്വയർ ഫീറ്റ് കാണും ഒരു ലോറിയുടെ ക്യാബിൻ? അതിനകത്ത് ചിലപ്പോൾ ഒരാൾക്ക് പക്ഷേ ഒന്ന് നമ്മൾ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഉള്ള വായുവിലെ ഓക്സിജൻ തീർന്ന് നമ്മൾ പുറത്തേക്ക് നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫില്ലായി തന്നെ ആൾ മരിച്ചു പോകാം. അപ്പം ലഭ്യമായ ഓക്സിജൻ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മരിക്കാം. രണ്ടാമത്തെ കാര്യം, ലോറി പുഴയിലേക്കാണ് വീഴുന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ ഇതിൻ്റെ ഗ്ലാസ് പൊട്ടിയെന്നിരിക്കട്ടെ, അകത്തുള്ള ആൾ ഒഴുകിപ്പോവാം. അകത്തുള്ള ആൾ ഒഴുകിപ്പോയാൽ എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 6-7 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് ഇപ്പോഴും. അതിശക്തമായ ഒഴുക്കാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത ഒഴുക്കാണ്. അപ്പോൾ അങ്ങനെ ഈ ക്യാബിനിലെ ഗ്ലാസ് പൊട്ടി ബോഡി ഇജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒഴുകി എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. ഒരു പക്ഷേ തടികൾ 12 കിലോമീറ്റർ അപ്പുറത്താണ് കിട്ടിയ സ്വാഭാവികമായി ഒഴുകിയെത്തി. ഇപ്പോൾ 12 ദിവസമൊക്കെ പറ്റുമ്പോൾ ഒരു കടലിലോ ഈ നദി ചെന്ന് ചേരുന്ന സ്ഥലത്തെത്താം. അപ്പോൾ ഒരു പക്ഷേ ഇനി അതീവ ദുഃഖകരമായ കാര്യമാണ്, അർജുൻ്റെ ബോഡി ഒരിക്കലും കിട്ടിയില്ല എന്നും വരാം.
ഒരുപക്ഷെ നമ്മൾ പറയുന്നതിനൊക്കെ വിപരീതമായി വണ്ടിക്കുള്ളിൽ നിന്ന് ചിലപ്പം കണ്ടെത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ നമ്മൾ ഇനി അർജുൻ ജീവനോടെ ഉണ്ടെന്നോ, അർജുൻ തിരിച്ചു വരുമെന്നോ, അർജുൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായും ആ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചിരിക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിരർത്ഥകമാണ്. നമ്മൾ പറയുന്ന ക്രൂരമൊന്നുമല്ല, നമ്മൾ വസ്തുതകളെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ. അപ്പോൾ അപ്രിയ സത്യം നമ്മൾ പറയാതിരുന്നിട്ട് കാര്യം. ഈ ദിവസം അത്രയും നമ്മൾ അർജുന് വേണ്ടി കാത്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അർജുൻ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല എന്ന് പറയേണ്ട സമയമായിരിക്കുന്നു. അർജുൻ നമ്മളെ വിട്ടുപോയി. യാഥാർത്ഥ്യത്തോടെ വീട്ടുകാരൊക്കെ പൊരുത്തപ്പെട്ട് തുടങ്ങി ഉണ്ടാവുമായിരിക്കും, അവർക്കും മനസ്സിലായിട്ടുണ്ടാവാം. വെള്ളത്തിനടിയിലോ മണ്ണിനടിയിലില്ല. ഇനി മറ്റൊന്നുകൂടിയുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവം ലക്ഷ്മണൻ എന്ന് പറയുന്ന ലക്ഷ്മണ പയ്യോ എന്ന് മറ്റോ പറയുന്ന ആളുടെ ചായക്കട, അതിൻ്റെ മുന്നിലാണ് ഈ വാഹനം നിർത്തുന്നത്. വെളുപ്പിന് 2 മണിക്കോ മറ്റോ അർജുൻ പുറപ്പെട്ടതാണ്. അവിടെ എത്തി ചായ കുടിക്കാൻ കയറുന്നു. ചായ കുടിക്കാൻ അപ്പോൾ വണ്ടിയുടെ എൻജിൻ സ്റ്റാർട്ടായിരുന്നു. ഈ ദുരന്തം ഉണ്ടാകുന്ന 8:15 മണിക്കെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോയതാണെങ്കിലോ അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമ്മൾ അർജുന് വേണ്ടി തിരയുമ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഇതുവരെ അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീയുടെ ജഡം കിട്ടി. ആർക്കും അറിയില്ല അങ്ങനെ സ്ത്രീ പെട്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒരു പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഈ വണ്ടിക്കകത്തല്ലാതെ ഈ മലവെള്ളപ്പാച്ചിലും മണ്ണ് വന്ന് വീണ് ഒഴുകിപ്പോയ കൂട്ടത്തിൽ നദിയിലേക്ക് വീണ് അർജുൻ ഒഴുകിപ്പോയിരിക്കാം. അതും അറിയില്ല. ക്യാബിനുള്ളിൽ ഉണ്ടെങ്കിൽ വണ്ടിക്കകത്ത് കാണും എന്ന തരത്തിലുള്ള തെരച്ചിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്ന്. രണ്ടാമത് ഈ സമ്പൂർണ്ണമായും മണ്ണ് മാറ്റിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല അത്രയും ഒരു തരി പോലും ഇല്ലാതെ മണ്ണ് മുഴുവൻ മാറ്റിയിട്ടുണ്ടോ, ഇനി ഒരുപക്ഷെ ഈ മണ്ണിനടിയിൽ എവിടെയെങ്കിലും തന്നെ കിടപ്പുണ്ടോ എന്നും അറിയില്ല. ഏതാണ്ട് പരിശോധനകളൊക്കെ നടത്തി ഇപ്പം മണ്ണിനടിയിൽ അങ്ങനത്തെ ബോഡീസ് ഒന്നും ഇല്ല എന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതൊക്കെ ഈ തെരച്ചിൽ നടത്തുന്ന വിദഗ്ധ സംഘത്തിൻ്റെ കയ്യിലാണ് ആധികാരികമായി പറയാനുള്ള കാര്യം. അപ്പം നമ്മൾ ആകെ ഇതുവരെ നോക്കിയിരുന്നത് വണ്ടിയുണ്ട്, വണ്ടിക്കകത്ത് അർജുനുണ്ട്, ക്യാബിൻ ലോക്കിഡായിരുന്നു, വെള്ളപ്പൊക്കത്തിൽ മലയിടിച്ചിലിൽ അർജുൻ പെട്ടുപോയി. ഒന്നെങ്കിൽ മണ്ണിനടിയിൽ പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകിപ്പോയി എന്നുള്ള 2 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ തെരച്ചിൽ മുഴുവൻ നടന്നത്. അപ്പോൾ അതിന് രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ അർജുൻ വണ്ടിക്കകത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നദിയിലേക്ക് വീണ് ഒഴുകിപ്പോയിട്ടുണ്ടാമോ? ഒഴുകി ഇത്രയും ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ ഒഴുകിപ്പോയിരിക്കാം, എവിടെയും തടഞ്ഞു നിന്നില്ലെങ്കിൽ. അതൊരു നേവിയിലെ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ പേടിയാണ്. അതെ. അതൊരു നേവിയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടു, ഈ ഞങ്ങൾ 2 നോട്ടിക്കൽ മൈൽ സ്പീഡ് വരെയുള്ള ആഴമൊക്കെ ആണെങ്കിൽ ഒഴുക്കാണെങ്കിൽ പരമാവധി റിസ്കി ആയിട്ട് ഗുരുതരമായ പ്രശ്നം. അതായത് ഇപ്പോൾ അവർ നേവി പറയുന്നത് 3 നോട്ടിക്കൽ മൈൽ സ്പീഡ് വരെ ആണെങ്കിലും ഇറങ്ങും. പക്ഷേ അതുമാത്രം റിസ്കി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാണ്. കാരണം ഒരാൾ വെള്ളത്തിൽപ്പെട്ട് കിടക്കുകയാണ്, ഇറങ്ങിയില്ലെങ്കിൽ ആൾ മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ അത്ര റിസ്ക് എടുക്കുക. ഇതിപ്പോൾ അവർക്കറിയാം ആ റിസ്ക് എടുക്കാൻ അവർ തയ്യാറാത്ത ആ ബോഡി അതിനകത്തുണ്ടെങ്കിലും അത് ജീവനില്ലാത്തതായിരിക്കും എന്നുള്ള ബോധ്യമുണ്ട്. അങ്ങനെയുള്ളൊരു ബോഡി എടുക്കാൻ വേണ്ടി ജീവനുള്ള ഒരാളുടെ ജീവൻ ബലി എടുക്കണോ എന്നുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ നേവിയുടെ മുന്നിലുള്ളത്. അപ്പോൾ അവർ പറയുന്നത് 6 നോട്ടിക് സ്പീഡിലൊക്കെ പോകുന്ന വെള്ളത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. ഇറങ്ങുന്ന ആളും മരിച്ചു പോകും. അതാണ് അതിൻ്റെ സാഹചര്യം. പിന്നെ കലങ്ങി വരുന്ന വെള്ളം കാണാൻ വിസിബിലിറ്റി ഇല്ല, വിഷൻ ഇല്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ 12 ദിവസം കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ക്യാബിൻ്റെ ഗ്ലാസ് പൊളിഞ്ഞിട്ടാണ് ഈ അർജുൻ്റെ ബോഡി ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അർജുൻ വണ്ടിക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ മണ്ണിടിച്ചിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, പുഴയിലേക്കാണ് വീണിട്ടുള്ളതെങ്കിലും ഒരു പക്ഷേ ബോഡി സ്വാഭാവികമായി ബോഡിയൊക്കെ പൊങ്ങി വരും. പക്ഷേ അത് അവിടെ അത്രയും ഒഴുക്കിൽ ഒരു വീണിടത്ത് ആരല്ല ഉണ്ടാവുക. ഒരു പക്ഷേ ഒഴുകി കടലിലെത്തുകയോ അല്ലെങ്കിൽ നദി എന്ന് തരുന്നത് എവിടെയാണോ അവിടെ എത്തി ഇനി ഒരിക്കലും കിട്ടാത്ത സ്ഥിതിയിലേക്ക് മാറിയാലും അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി ജീവനോടെ അർജുനെ കൊണ്ടുവരാനുള്ള സാധ്യതകളെല്ലാം അവസാനിച്ചു. അർജുൻ മരിച്ചു എന്ന് ഖേദപൂർവ്വം നിഗമനിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഇത് പറയുമ്പോഴും നമ്മുടെ പ്രാർത്ഥന, ആ കുടുംബത്തിൻ്റെ സങ്കടം, വേദന, പ്രാർത്ഥന ഇതിനൊക്കെ ഒപ്പം ചേർന്ന് അർജുൻ ഏതെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ച് തിരിച്ചു വരട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത് പിന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സർക്കാരുകൾ നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ രക്ഷപ്പെടുത്താനുള്ള സാധ്യത അവസാനിച്ചാലും നമ്മൾ ഈ ബോഡിയൊക്കെ കണ്ടെടുക്കുന്നതിനും രക്ഷാപ്രവർത്തനം എന്നാണ് പറയുന്നത്. കാരണം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഡെഡ് ബോഡി കണ്ടെടുക്കൽ എന്ന് പറയാനില്ല, രക്ഷാപ്രവർത്തനം എന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ നടത്തുന്ന ഏജൻസികളെ നമ്മൾ സ്വതന്ത്രരായിട്ട് വിടണം. അതിനിടയ്ക്ക് ഒരുപാട് അഭിപ്രായം, കാരണം നമ്മളെപ്പോലല്ല അതിൻ്റെ എക്സ്പെർട്ടൈസ് ഉള്ള, അതിൻ്റെ പരിശീലനം കിട്ടിയ, അതിൻ്റെ സാങ്കേതിക വിവരമുള്ള ആളുകളാണ് ഈ ജോലിക്ക് ഇറങ്ങുന്ന NDRF ആണെങ്കിലും ഫയർഫോഴ്സ് ആണെങ്കിലും നേവി ആണെങ്കിലും ആർമി ആണെങ്കിലും.
അവിടേക്ക് ഒരു ലേമനായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരുപക്ഷെ വെറും ബോഷ്കുകളായിരിക്കും. അവർക്കറിയാം കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇന്നലെ എന്നോടൊരാൾ ചോദിച്ചു, വളരെ സീരിയസ് ആയിട്ട്, ഞാൻ തമാശ പറയില്ല, നേവി വന്നില്ലേ, നേവിക്ക് ഒരു അന്തർവാഹിനി കൊണ്ടുവരാൻ പാടില്ലേ? നോക്കുമ്പോൾ ശരിയാണല്ലോ, ഇന്ത്യൻ നേവിക്ക് ഒരു അന്തർവാഹിനി കൊണ്ടുവന്നിട്ട് പരിശോധിച്ചൂടെ? അപ്പം ഇതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ ഫാൻറ്റസി നോവൽ വായിക്കുന്ന പോലെയല്ല. ഇന്ത്യൻ നേവിയുടെ ഒരു അന്തർവാഹിനി കടലിലൂടെ വന്ന് ഈ ഗംഗാവാലി പുഴയിലെത്തി പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ, പുഴയ്ക്ക് ആഴമുണ്ട്, 300 മീറ്റർ വീതിയുള്ള പുഴയൊക്കെയാണ്. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് ചായക്കട ചർച്ചകൾ കറക്റ്റ് എക്സാക്ട് കാര്യമാണ്. ചായക്കട ചർച്ചകളിലൊക്കെ ഇത് പറ്റും. അല്ലാതെ ഒരു അന്തർവാഹിനി കൊണ്ടുവന്ന് ഈ പുഴയിൽ പരിശോധന നടത്തുക എന്നൊക്കെ പോസിബിൾ അല്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ വീഴ്ചകൾ, സൈന്യത്തിന് വീഴ്ച പറ്റി, പോലീസിന് വീഴ്ച പറ്റി ആയിരിക്കാം. കർണാടക പോലീസിനെ കുറിച്ച് വ്യാപകമായ പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ, നമ്മൾ മുമ്പൊരു ടോക്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് അവിടെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു, അതിൻ്റെ GD എൻട്രി ഇട്ടിടണം ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. GD എൻട്രി ഇട്ടെടുക്കാൻ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ 25,000 രൂപയാണ് ചോദിച്ചത്. കൈക്കൂലി GD എൻട്രി കിട്ടുള്ളൂ. അവസാനം 15,000 രൂപ കൊടുത്തുവിട്ട് GD വാങ്ങേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അവസ്ഥ കർണാടക പോലീസിൽ ഉണ്ടായിരിക്കാം, അറിയില്ല, അലിഗേഷനാണ്, ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനം അവർ വളരെ വിജിലൻ്റായിട്ട് പ്രവർത്തിച്ചു. അതെ അതെ. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കൽ കൂടി പറയാനുള്ള, ദുരന്തങ്ങൾ ഇത് അവസാനത്തതല്ല, ഇനിയും ഉണ്ടാവാം, അല്ലേ? പ്രകൃതിയിൽ എന്ത് സംഭവിക്കും നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും, പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ഇനിയും നമ്മുടെ സഹോദരങ്ങൾ, ഒരുപക്ഷെ നമ്മൾ പോലും ഒക്കെ ഇരയാവാം, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ആളുകൾ അതിന് വേണ്ടി പരിശീലനം സിദ്ധിച്ച ആളുകളെ സ്വതന്ത്രരായി വിടാൻ അനുവദിക്കുക കൂടി വേണം. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയും സാമൂഹ്യ മാധ്യമങ്ങളും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളും ഉപയോഗിച്ച് ഈ അന്വേഷണ ഏജൻസികളെ, തെരച്ചിൽ സംഘത്തെ, റെസ്ക്യൂ ടീമിനെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള അനാശാസ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കരുത് എന്നൊരു പാഠം കൂടി അർജുനൻ്റെ ഈ ദുരന്തത്തിൽ നമ്മൾ പഠിക്കണം. ഏതായാലും അർജുനൻ്റെ കുടുംബത്തിന് ശുഭപ്രതീക്ഷ അവർക്ക് ഇപ്പോഴും ഉണ്ടാവാം. അവർക്ക് മനസാന്നിധ്യം ഉണ്ടാവട്ടെ. അവരുടെ വിശ്വാസം അനുസരിച്ച് അർജുൻ തിരിച്ചു വരുന്നെങ്കിൽ തിരിച്ചു വരട്ടെ. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് പറയാതെ തരമില്ല. ഖേദപൂർവ്വമാണ് അർജുൻ ജീവിച്ചിരിപ്പില്ല എന്നാണ് റെസ്ക്യൂ ടീം നൽകുന്നത് എന്ന വിവരം പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.